ദുൽഖർ സൽമാൻ സൂപ്പർ താരമാവുന്നു. 2012 സെക്കൻഡ് ഷോ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചുകൊണ്ടാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ തന്റെ സിനിമാ അഭിനയ ജീവിതത്തിന് അരങ്ങേറ്റം കുറിക്കുന്നത്. മമ്മൂട്ടിയുടെ മകൻ എന്ന ഒരു പരിഗണന ദുൽഖറിന് തുടക്കത്തിൽ കിട്ടി എന്നുള്ളത് ഒരു സത്യമാണ്. എങ്കിലും ദുൽഖർ സൽമാനിൽ ഒരു നടനുണ്ടോ? ദുൽഖർ സിനിമാ ലോകത്ത് നിലയുറപ്പിക്കുമോ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഉദിച്ചിരുന്നു. ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ദുൽഖർ സൽമാനിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. വളരെ റെസ്പോൺസിബിലിറ്റിയുള്ള ആക്ടറായ ദുൽഖർ സൽമാൻ തന്റെ ഏതാനും സിനിമകളിലൂടെ താൻ മികച്ച നടനാണെന്നും മലയാള സിനിമയുടെ ഒരു ഭാഗമാകുകയാണെന്നും അതിനേക്കാളൊക്കെ ഉപരി ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ താരമായ തന്റെ ബാപ്പച്ചിയുടെ പേരിന് താൻ ഒരു അപഹാസ്യമല്ലെന്നും അക്കമിട്ട് തെളിയിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ എന്ന നടൻ. ദുൽഖറിന്റെ ഓരോ സിനിമ കഴിയുമ്പോഴും ദുൽഖറിലെ നടൻ വളരുകയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ദുൽഖർ സൽമാൻ അഭിനയിച്ച ആദ്യത്തെ 3 സിനിമകൾ എടുത്തു നോക്കിയാൽ ദുൽഖർ സൽമാനിലെ നടന്റെ കപ്പാസിറ്റി എത്ര വലുതാണെന്നും ദുൽഖർ സൽമാൻ എത്ര ബുദ്ധിമാനായ നടനാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സെക്കൻഡ് ഷോ, ഉസ്താദ് ഹോട്ടൽ, തീവ്രം എന്നീ 3 സിനിമകളും 3 ടൈപ്പ് സിനിമകളാണ്. ഇതിലെ ദുൽഖറിന്റെ കഥാപാത്രങ്ങൾ 3 ടൈപ്പ് കഥാപാത്രങ്ങളുമാണ്. ഈ സിനിമകളിൽ അതിഗംഭീരമായി തുടക്കക്കാരനെങ്കിലും ഒരു ഇരുത്തം വന്ന നടനായി അഭിനയിക്കുവാൻ ദുൽഖറിന് സാധിച്ചു. അത് കഴിഞ്ഞ് ചെയ്ത ABCDയിലും നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിലും അങ്ങനെ കുറച്ച് സിനിമകളിൽ ദുൽഖറിന് ഒരു NRI ടാഗ് വന്നെങ്കിലും ഒരു ആക്ടർ എന്ന നിലയിൽ ദുൽഖർ അതൊക്കെ പൊളിച്ചടുക്കി. തുടർന്നുള്ള സിനിമകളിൽ ആ NRI ടാഗ് എടുത്തു മാറ്റുവാനും ദുൽഖർ ശ്രദ്ധിച്ചു. ഇന്ത്യയിലെ മികച്ച ഛായാഗ്രാഹകന്മാരിൽ ഒരാളായ രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ച ദുൽഖർ സൽമാനെ ബോളിവുഡ് സിനിമകളുടെ സംവിധായകൻ അനുരാഗ് കശ്യപ് പ്രശംസിച്ച് എഴുതുകയുണ്ടായി. ദുൽഖർ സൽമാനിലെ നടന്റെ പരിപക്വതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ജീവിതത്തിൽ ദുൽഖറിനെ ഏറ്റവും സ്വാധീനിച്ചത് ദുൽഖറിന്റെ വാപ്പച്ചി മമ്മൂട്ടി തന്നെയാണെന്ന് ദുൽഖർ അഭിമാനത്തോടെ പറയുന്നു. വാപ്പച്ചിയുടെ എന്ത് ചെയ്യുമ്പോഴുമുള്ള ഉത്തരവാദിത്വം അത് കുടുംബത്തോടായാലും കേരളത്തോടായാലും ഇന്ത്യയോടായാലും മതത്തോടായാലും ഒക്കെ ഉത്തരവാദിത്വമുള്ള ഡിസിപ്ലിൻഡായ ഒരാളാണ് തന്റെ ബാപ്പച്ചി എന്ന് ദുൽഖർ സൽമാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. GQ മാഗസിൻ പുറത്തിറക്കിയ ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള 50 യുവാക്കളുടെ ലിസ്റ്റിൽ 4ാമതെത്തിയത് ദുൽഖർ സൽമാൻ ആയിരുന്നു. GQ മാഗസിൻ നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സാക്ഷാൽ വിരാട് കോഹ്ലിയെയും ബോളിവുഡ് ഹോട്ട്സ്റ്റാർ രൺവീർ സിംഗിനെയും പിന്തള്ളിയാണ് മലയാള സിനിമയുടെ സ്വന്തം DQ അതായത് ദുൽഖർ സൽമാൻ GQ മാഗസിനിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ദുൽഖറിന് ഈ പുരസ്കാരം സമ്മാനിച്ചത് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാൻ ആയിരുന്നു. കൂടാതെ ചാർലിയും കമ്മട്ടിപ്പാടവും പോലുള്ള നല്ല സിനിമകളിലെ അഭിനയ മികവിന് കരിയറിലെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡും ദുൽഖർ സ്വന്തമാക്കി. സെക്കൻഡ് ഷോ, ഉസ്താദ് ഹോട്ടൽ, തീവ്രം, ABCD, 5 സുന്ദരികൾ, നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, പട്ടം പോലെ, സലാല മൊബൈൽസ്, വായ്മൂടി പേസുവും, സംസാരം ആരോഗ്യത്തിന് ഹാനികരം, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, ഞാൻ, 100 ഡേയ്സ് ഓഫ് ലവ്, ഓക്കെ കൺമണി, ചാർലി, കലി, കമ്മട്ടിപ്പാടം ഈ സിനിമകളും സിനിമകളിലെ ദുൽഖർ സൽമാന്റെ കഥാപാത്രങ്ങളും മികച്ചവയാണ്. അമൽ നീരദിന്റെ പുതിയ സിനിമ പൂർത്തിയാക്കിയ ദുൽഖർ സത്യനന്ദിക്കാടിന്റെ പുതിയ സിനിമയിൽ നായക വേഷത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറെ താമസിയാതെ മലയാള സിനിമയിലെ സൂപ്പർ താര പദവിയിലേക്ക് ദുൽഖർ സൽമാൻ ഉയരുമെന്നുള്ളത് ദുൽഖറിന്റെ സിനിമകളും കഥാപാത്രങ്ങളും വിളിച്ചു പറയുന്നു. സ്വതസിദ്ധവും അനായാസവുമായ തന്റെ അഭിനയ ശൈലിയിലൂടെ മികച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ ദുൽഖർ സൽമാൻ എന്ന നടന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.